ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബംഗാളി ഭാഷയെ അവഗണിക്കുന്നുവെന്നാരോപിച്ച് മഹാറാലിയുമായി തൃണമൂൽ കോൺഗ്രസ്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, അഭിഷേക് ബാനർജി, മഹുവ മൊയ്ത്ര അടക്കമുള്ളവർ ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ശരത് ലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, മഹാറാലി എന്ന് പറയുമ്പോൾ നിരവധി ആളുകൾ അതിലേക്ക് പങ്കെടുക്കുന്നുണ്ടാവും. എത്രമാത്രം ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്? എന്തെല്ലാം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റാലി? സ്വാതി, ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. ബംഗാളിൽ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രതിപക്ഷമായ ബി.ജെ.പിയാണ്. ബി.ജെ.പിക്ക് ശക്തമായ പ്രതിരോധം ഉയർത്തുക എന്ന ലക്ഷ്യമാണ് ഈ റാലിക്ക് പിന്നുള്ളത്. ബംഗാളി ഭാഷ സംസാരിക്കുന്ന വ്യക്തികളോട് അത് ബംഗ്ലാദേശികളാണെന്ന പോലെ പെരുമാറുന്നു, അവരെ നാടുകടത്താൻ ശ്രമിക്കുന്നു തുടങ്ങിയ ആരോപണം ഉയർത്തിയാണ് റാലി നടത്തിയത്. ഇതിനുള്ള കണക്കുകളും മമതാ ബാനർജി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മധ്യപ്രദേശ് അതുപോലെ ഒഡീസയിൽ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് വൻ സംഘർഷം തന്നെ ഉടലെടുത്തിരുന്നു. കാരണം ഒഡീഷയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത 22 പേർ ബംഗ്ലാദേശി പൗരന്മാരല്ല, വെസ്റ്റ് ബംഗാളിലെ പൗരന്മാരാണെന്ന് മമത പരസ്യമായി വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബംഗാളി ഭാഷയ്ക്ക് വേണ്ടിയിട്ട് മമതാ ബാനർജി കൊൽക്കത്തയിൽ ഇത്രയും വലിയൊരു മഹാറാലി നടത്തിയിരിക്കുന്നത്. ബി.ജെ.പിയെ തടയിടുക എന്നതാണ് ഈ മഹാറാലിയുടെ ലക്ഷ്യം തന്നെ. കാരണം ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളാൽ ബംഗാളി ഭാഷ അവഗണിക്കപ്പെടുന്നു, അവരെ അടിച്ചോടിക്കുന്നു എന്നൊരു ആരോപണമാണ് ഈ റാലിയിലൂടെ മമതാ ബാനർജി ഉയർത്തിയിരിക്കുന്നത്. സംഗീത. ശരി ശരത് ലാൽ, തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് വലിയ തരത്തിൽ റാലി നടക്കുന്നത് എന്നുള്ളതാണ്. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ബംഗാളി ഭാഷയെ അവഗണിക്കുന്നു എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റാലി നടത്തുന്നത്.